സക്സസ് ഫയലിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ശനിയാഴ്ച കേരള PSC LP സ്കൂൾ ടീച്ചർ എന്ന തസ്തികയിലേക്കായിട്ടുള്ള പരീക്ഷ നടത്തിയിരുന്നു. ആ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതി അല്ലാത്തത് ഏത്? തന്നിരിക്കുന്നത് ദൈവദശകം, പ്രാചീന മലയാളം, ആത്മോപദേശ ശതകം, ദർശനമാല എന്നിവയാണ്. ഇതിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതി അല്ലാത്തത് പ്രാചീന മലയാളമാണ്. പ്രാചീന മലയാളം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. അടുത്ത ചോദ്യം, ഹരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്ന സ്ഥലം. ഹരപ്പൻ ജനതയ്ക്ക് ചെമ്പ് ലഭിച്ചിരുന്ന സ്ഥലം ഗേത്രി. ഓപ്ഷൻ സി, ഗേത്രി. ചരിത്ര പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം നവംബർ 12, 1936. നവംബർ 12, 1936. ഉത്തരവാദ ഭരണം നേടുന്നതിനായി രൂപീകരിക്കപ്പെട്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? പട്ടം എ താണുപിള്ളയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. പട്ടം എ താണുപിള്ള. CSIRന്റെ പൂർണ്ണരൂപം? ഓപ്ഷൻ എ, ദി കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. ദി കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച്. സമത്വ സമാജ സ്ഥാപകൻ വൈകുണ്ഠസ്വാമികൾ. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന വനിതകൾ ആരെല്ലാം? തന്നിരിക്കുന്നത് സരോജിനി നായിഡു, മഹാദേവി ചതോപാധ്യായ, നെല്ലിസൺ ഗുപ്ത, ആനി ബസന്റ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 1, 3, 4 ശരിയാണ്. 1, 3, 4 ആരൊക്കെയാണ്? സരോജിനി നായിഡു, നെല്ലിസൺ ഗുപ്ത, ആനി ബസന്റ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന വനിതകൾ. ക്യൂണിഫോം ലിപി ഏത് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണിഫോം ലിപി മെസൊപ്പൊട്ടേമിയൻ സംസ്കാരം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്നത് ഇന്ത്യ വിൻസ് ഫ്രീഡം, സുഭാഷ് ചന്ദ്രബോസ്, അൺഹാപ്പി ഇന്ത്യ, ലാലാ ലജ്പത് റായ്, ഇന്ത്യ ഡിവൈഡഡ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, എ പാസേജ് ടു ഇന്ത്യ, EM ഫോസ്റ്റർ. തെറ്റായിട്ടുള്ള ജോഡി ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള ജോഡി. ഇന്ത്യ വിൻസ് ഫ്രീഡം മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ കൃതിയാണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങൾ പരിഗണിക്കുക. തന്നിരിക്കുന്നത് ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ടു, വാഗൺ ട്രാജഡി, മിന്റോ മോർലി പരിഷ്കാരങ്ങൾ, ചൗരി ചൗര സംഭവം. ഭഗത് സിംഗ് തൂക്കിലേറ്റപ്പെട്ട വർഷം 1931. വാഗൺ ട്രാജഡി നടന്നത് 1921. മിന്റോ മോർലി പരിഷ്കാരങ്ങൾ 1909. ചൗരി ചൗര സംഭവം 1922. PSC ആൻസർ കീയിൽ തന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ശരിക്കും അത് ആൻസർ വരുന്നില്ല. ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റ് ആവാനാണ് ചാൻസ്. അടുത്ത ചോദ്യം, 2024 ജനുവരി 24 അന്തരിച്ച പ്രശസ്ത ചരിത്രകാരി. 11ാമത്തെ ചോദ്യം, ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ആർ ചമ്പകലക്ഷ്മി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? രഘുവേന്ദ്ര തൻവാർ. പാർലമെന്റിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത ചുമതല ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ബില്ലുകൾ അംഗീകരിക്കൽ. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏത്? സ്ട്രാറ്റോസ്ഫിയർ. സാമൂഹീകരണത്തെ സംബന്ധിച്ച ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? തന്നിരിക്കുന്നു. വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു, ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നു, പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മുകളിലുള്ളവ എല്ലാം. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം.
രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭ ഏതാണ്? ഛത്തീസ്ഗഡ്. താഴെ കൊടുത്തിരിക്കുന്ന യൂണിറ്റുകൾ ശ്രദ്ധിക്കുക. ഫെർമി, ആങ്സ്ട്രോം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം. ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം. എല്ലാം ദൂരത്തിൻ്റെ യൂണിറ്റുകളാണ്. ഫെർമി, ആങ്സ്ട്രോം, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം എല്ലാം ദൂരത്തിൻ്റെ യൂണിറ്റുകളാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സംരക്ഷിത ബലത്തിൻ്റെ നിർവചനങ്ങളിൽ പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഒരു സംരക്ഷിത ബലം ചെയ്യുന്ന പ്രവൃത്തി അഗ്രബിന്ദുക്കളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം. ഒരു ആദർശവാതകത്തിലൂടെയുള്ള ശബ്ദത്തിൻ്റെ വേഗത റൂട്ട് സ്ക്വയർ ഓഫ് ഗാമ പി ബൈ റോ ആണ്. ഇതിൽ പി മർദ്ദവും റോ സാന്ദ്രതയുമാണ്. ഗാമ എന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. സി പി, സി വി എന്നിവ തമ്മിലുള്ള അനുപാതം. അടുത്ത ചോദ്യം. വ്യത്യസ്ത ഛേദതലത്തോട് കൂടിയ രണ്ട് സിറിഞ്ചുകൾ വെള്ളം നിറച്ച് ഒരു ഇറുകിയ റബ്ബർ ട്യൂബുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ചെറിയ പിസ്റ്റണിന്റെയും വലിയ പിസ്റ്റണിന്റെയും വ്യാസങ്ങൾ യഥാക്രമം 2 സെന്റിമീറ്ററും 10 സെന്റിമീറ്ററുമാണ്. ചെറിയ പിസ്റ്റണിൽ 1 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുമ്പോൾ വലിയ പിസ്റ്റണിൽ അനുഭവപ്പെടുന്ന ബലം എത്ര? ഓപ്ഷൻ സി ആണ് ഉത്തരം. 25 ന്യൂട്ടൺ. പ്ലസ് 2.5 ഡയോപ്റ്റർ പവർ ഉള്ള ഒരു ലെൻസിന് മുന്നിൽ 50 സെന്റിമീറ്റർ അകലെ വെച്ചിട്ടുള്ള ഒരു വസ്തുവിന് ലഭിക്കുന്ന പ്രതിബിംബത്തിന്റെ രേഖീയ ആവർത്തനം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ -4. 50 ഓം, 100 ഓം, 200 ഓം വീതം പ്രതിരോധമുള്ള 3 ബൾബുകൾ സമാന്തര രീതിയിൽ 200 വോൾട്ട് DC സ്രോതസ്സുമായി ഘടിപ്പിച്ചിരിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് ഉത്തരം. 50 ഓം പ്രതിരോധമുള്ള ബൾബിനാണ് ഏറ്റവും കൂടിയ പവർ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു വിറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ആണ്. ജി എന്നത് ഒരു ഗാൽവനോമീറ്ററും. ഗാൽവനോമീറ്ററിലെ കറന്റ് എത്രയാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 0 ആംപിയർ. തമോഗർത്തങ്ങൾ, ന്യൂട്രോൺ നക്ഷത്രങ്ങൾ, പൾസറുകൾ എന്നിവയുടെ പഠനത്തിനായി 2024 ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? എക്സ്പോസാറ്റ് ആണ്. സൂര്യനെക്കുറിച്ച് പഠിക്കുന്ന ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ഇന്ത്യൻ ദൗത്യമാണ് ആദിത്യ L1. L1 ഭൂമിയിൽ നിന്നും ഏകദേശം 1.5 ദശലക്ഷം കിലോമീറ്റർ അകലെയാണ്. ഇതിൽ ആകെ 7 പേലോഡുകളാണുള്ളത്. ഇത് സൂര്യന്റെ ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, കൊറോണ എന്നിവയെക്കുറിച്ച് പഠനം നടത്തും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 1, 2, 3 എന്നിവ ശരിയാണ്. നൽകിയിരിക്കുന്ന ഉപശെല്ലുകളിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ ഊർജമുള്ളത്? ഓപ്ഷൻ എ ആണ് ഉത്തരം. 3D ആണ്. ഏത് ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് കാൽക്കജൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി 16ാം ഗ്രൂപ്പാണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ ഓക്സ്റ്റന്റ് നിയമം പാലിക്കാത്ത സംയുക്തം ഏത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. PCl5. STPൽ 2 മോൾ ഹൈഡ്രജൻ വാതകത്തിന്റെ വ്യാപ്തം കാണുക. ഓപ്ഷൻ സി 44.8 ലിറ്റർ. ഏത് നിയമമാണ് ദ്രാവകത്തിൽ ഒരു വാതകത്തിന്റെ ലയനത്തെ വിശദീകരിക്കുന്നത്? ഹെൻറീസ് നിയമം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ റീചാർജബിൾ അല്ലാത്ത ബാറ്ററി ഏതാണ്? HG സെൽ. മോൺസ് പ്രക്രിയ വഴി ശുദ്ധീകരിക്കാൻ കഴിയുന്ന മൂലകം ഏതാണ്? Ni. ആഗോള താപനത്തിന് കാരണമാകുന്ന പ്രാഥമിക ഹരിതഗൃഹ വാതകങ്ങൾ ഏതാണ്? വാതകം ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ആദ്യമായി വിശദീകരിക്കുകയും അതിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ആര്? ഓപ്ഷൻ ഡി ആൽബർട്ട് ഐൻസ്റ്റീൻ. ഒരു ജീനിന്റെ ഒന്നിലധികം പ്രഭാവം പ്ലിയോട്രോപ്പിസം. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ കാൾ ലിനേയസ്. ജേക്കബ്സൺസ് ഓർഗൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗന്ധം. താഴെ തന്നിരിക്കുന്നവയിൽ വീഡ് കില്ലർ കളനാശിനി ആയി ഉപയോഗിക്കുന്നത് ഏത്?
ഓപ്ഷൻ എ ആണ് 2, 4 ബാർ ഡി. ഓപ്ഷൻ ഡി 2, 4 ഡി. ലോക അൽഷിമേഴ്സ് ദിനം ആചരിക്കുന്ന ദിനം ഏത്? സെപ്റ്റംബർ 21. ഗാമ ടോക്കോഫെറോൾ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? വിറ്റാമിൻ ഇ. ലോകാരോഗ്യ സംഘടന നിർദ്ദേശപ്രകാരം ക്ഷയരോഗ ചികിത്സാ സംവിധാനമാണ് ഡോട്ട്സ്. ബേർഡ് ഐ ചില്ലി ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തു നിന്നാണ് ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത്? ബേർഡ് ഐ ചില്ലി. ഓപ്ഷൻ ഡി ആണ് മിസോറം. ഒരു വാട്ടർ ടാങ്കിൽ 10.5 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ആ ടാങ്കിൻ്റെ 3/4 ഭാഗം നിറഞ്ഞു. ആ ടാങ്ക് നിറയാൻ വേണ്ട വെള്ളത്തിൻ്റെ അളവ്? ഓപ്ഷൻ ബി 14 ലിറ്റർ. 47. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് 8. 48ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 10 ഡിഗ്രി. 49. ഉത്തരം ഓപ്ഷൻ സി 3. 50ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ ഡി ആണ് 39. 51 ഓപ്ഷൻ സി. 52 ഓപ്ഷൻ ബി. 53ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് 2. 54 ഓപ്ഷൻ ഡി. 55ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 56 ഓപ്ഷൻ ബി. 57 ഓപ്ഷൻ സി. 58 ഓപ്ഷൻ എ. 59 ഓപ്ഷൻ ബി. 60ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ് 90 ഡിഗ്രി. അടുത്ത ചോദ്യം, ആദ്യ രൂപങ്ങൾ എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ? കാൾ ഗുസ്താവ് യുങ്. 2 വയസ്സുള്ള കുട്ടി പെൻസിൽ പിടിക്കുന്നത് വിരലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടല്ല, മറിച്ച് കൈപ്പത്തി അപ്പാടെ ഉപയോഗിച്ചാണ്. ഇത് ഏത് വികാസ തത്വത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ സി. വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു. നിഷേധം, ദമനം, യുക്തീകരണം, താദാത്മീകരണം, ആക്രമണം തുടങ്ങിയവ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി. സമായോജനം. ഓർമ്മയുമായി ബന്ധപ്പെട്ട് സമഗ്ര പഠനം നടത്തിയ JB വാട്സന്റെ ശിഷ്യനായ വിദ്യാഭ്യാസ വിദഗ്ധനാര്? കാൾ ലാഷ്ലി. പരിഷ്കൃതമായ യൂറോപ്യൻ കലകൾ, ശാസ്ത്രം, തത്വജ്ഞാനം, സാഹിത്യം എന്നിവയുടെ വ്യാപനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിന് നാം ആഗ്രഹിക്കുന്നത്. ഇത് ഏത് വിദ്യാഭ്യാസ പരിഷ്കരണ രേഖയിൽ ഉൾപ്പെടുത്തിയ പ്രസ്താവനയാണ്? ഓപ്ഷൻ ഡി ആണ് 1854 വുഡ്സ് ഡെസ്പാച്ച്. ഭൂതദയ, അക്രമരാഹിത്യം, സ്വേച്ഛാധിപത്യം, അഹിംസ തുടങ്ങിയ സവിശേഷതകൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? മുഖ്യ സവിശേഷതകൾ. ദ നേച്ചർ ഓഫ് പ്രീജഡീസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്? ഗോൾഡൻ വില്ലാർഡ് ആൽപോർട്ട്. ഉത്കൃഷ്ടത എന്ന വികാരഭാവം ഏത് തരം ജന്മവാസനയിൽപ്പെടുന്നതാണ്? ആത്മസ്ഥാപനം. അഭിപ്രേരണയെക്കുറിച്ചുള്ള ഹിൽഗാർഡിൻ്റെ വിഭജനത്തിൽ പെടാത്തത് ഏത്? ധാരണം. ധാർമ്മിക വികാസഘട്ടങ്ങളെ സസൂക്ഷ്മം വിലയിരുത്തിക്കൊണ്ട് തൻ്റെതായ വികസന മാതൃക അവതരിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ലോറൻസ് കോൾബർഗ്. നേരത്തെ പഠിച്ച കാര്യങ്ങൾ പുതിയ പഠനത്തെ സ്വാധീനിക്കുന്നതിനെ എന്താണ് പറയുന്നത്? പഠനാന്തരണം. ബിംബനഘട്ടം എന്നത് ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി അവതരിപ്പിക്കപ്പെട്ടതാണ്? വൈജ്ഞാനിക പഠന സിദ്ധാന്തം. താഴെ പറയുന്നവയിൽ സർഗാത്മകതയുടെ ഘട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത്? സംവാദാത്മക പഠനം. മൃദുലത, ആലസ്യം തുടങ്ങിയ ദോഷങ്ങൾക്ക് കാരണമായി തീർന്നേക്കാവുന്ന സംഗീതത്തെ നാം വർജിക്കണം. അയോണിൻ ക്രമവും ലീഡിൻ ക്രമവും നാം ഉപേക്ഷിക്കണം. ഈ നിരീക്ഷണം മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ ചിന്തകൻ പ്ലേറ്റോ. മാനസിക വൈകല്യങ്ങളെ തടയുകയും പരിഹരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്തർദേശീയ തലത്തിൽ പ്രശസ്തമായ സ്ഥാപനം NIMH.
ഗസ്റ്റാൾട്ട് മനഃശാസ്ത്ര ചിന്താധാരയിൽപ്പെടാത്ത വിദ്യാഭ്യാസ പണ്ഡിതൻ. C.L. ഹൾ. ബ്രിഡ്ജസ് ചാർട്ട് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? വൈകാരിക വികാസം. ആൽബർട്ട് ബന്ദൂരയുടെ നിരീക്ഷണ പഠന പ്രക്രിയയിൽ ഉൾപ്പെടാത്ത ഘടകം ഏത്? ഓർമ്മ. ദൃശ്യപരവും സ്ഥലപരവുമായ കഴിവുകളെ മാപനം ചെയ്യുന്നതിനായി ഉപയോഗിക്കുന്ന പരീക്ഷ ഏതാണ്? മിനസോട്ട മാനുവൽ ഡെക്സ്റ്റീരിറ്റി ടെസ്റ്റ്. വൈകാരിക ബുദ്ധിയെക്കുറിച്ച് ആഴത്തിലും ആധികാരികമായും പഠനം നടത്തിയ മനഃശാസ്ത്രജ്ഞൻ? ഡാനിയൽ ഗോൾഡ്മാൻ. ഇനി വരുന്നത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബൈ ചൂസിങ് the correct options. Like a good conversation, a good public speech is tuned to listeners. As you converse with people in social situations, you learn to monitor their reactions. If they look confused, you try to explain yourself more clearly. You may even give an example or tell a story. If they frown, you may replace an idea or present evidence that supports your views. If they smile or nod, you may feel you have the green light to develop your thoughts. If good conversations are interactive and audience-centered, effective speeches are even more so. What should a speaker do if the listeners disagree with him or her? Give evidence. What is the main theme of the passage? Monitoring the reactions of listeners. The term green light indicates that the speaker may continue. Answer the following questions by choosing the most appropriate answer from the given options. One of the students not willing to do the exercise. Was. My teacher is interested reading novels. In. The police had noticed woman entering the room without permission. The woman. The doctor had already left the patient the hospital. Reached. Which of the following is the closest in meaning to the word conviction? Strong belief. The respective skills are listening and reading. Which of the following is a scoring indicator of speech? Intelligibility. മലയാളം ചോദ്യങ്ങളാണ്. 6 മലയാളിക്ക് 100 മലയാളം, അര മലയാളിക്കും 1 മലയാളം, ഒരു മലയാളിക്കും മലയാളമില്ല. കുറുക്കിക്കൊള്ളുന്ന ഈ വരികൾ ആരുടേതാണ്? കുഞ്ഞുണ്ണി. കേരള മൊപ്പാസാങ് എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? തകഴി ശിവശങ്കരപ്പിള്ള. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2020 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളത്തിലെ കഥാസമാഹാരം ഏത്? വാഴ്ത്തപ്പെട്ട പൂച്ച. ചുവടെ നൽകിയിരിക്കുന്നവയിൽ നപുംസക ലിംഗത്തെ സൂചിപ്പിക്കുന്നത് ഏത്? മേശ. മലയാളത്തോടൊപ്പം മറ്റേത് ഭാഷ കൂടി ചേർന്നാണ് മണിപ്രവാളം രൂപപ്പെട്ടിട്ടുള്ളത്? സംസ്കൃതം. കലാധരൻ എന്നതിന് സമാന പദം അല്ലാത്തത്? രവി. ശ്രവണ നൈപുണ്യയുടെ വികാസത്തിനായി ജിജ്ഞാസ ഉണർത്തുന്നതും രസകരവുമായ അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകേണ്ടതാണ്. ഈ പ്രസ്താവനയോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്ത്? ഓപ്ഷൻ ഡി ശരി. കൈകൊണ്ട് കീറുന്നതിന് വേണ്ടി വ്യത്യസ്ത വസ്തുക്കൾ കുട്ടികൾക്ക് നൽകുന്നത് ഏത് വികാസ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ്? ശാരീരിക ചാലക വികാസം. ഇപ്പോൾ നിലവിലുള്ള ഭാഷാ പഠന രീതി ഏതെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ആശയ അവതരണ രീതി. അവസാനത്തെ ചോദ്യം. ഭാഷയുമായി ബന്ധപ്പെട്ട പഠന പ്രക്രിയ നിരന്തര വിലയിരുത്തലിൻ്റെ ഭാഗമായി വിലയിരുത്തുമ്പോൾ പരിഗണിക്കപ്പെടുന്ന സൂചകങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മേൽ സൂചിപ്പിച്ച ABC എല്ലാം. പഠന പ്രവർത്തനത്തിൽ പഠിതാവിൻ്റെ പങ്കാളിത്തം,
ഭാഷയിലെ ഉള്ളടക്കപരമായ ധാരണ, വിവിധ ഭാഷാ വ്യവഹാര രൂപങ്ങളിൽ പഠിതാവിൻ്റെ പ്രകടനം. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് ഈ ക്ലാസ്സിലൂടെ പറഞ്ഞത്. ഇതിൽ ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾക്ക് വ്യത്യാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനൽ ആൻസർ കീയിൽ അപ്ഡേറ്റ് ചെയ്ത് പറയുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.